ഗൾഫുകാരൻ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു സംശയം, ഇതിൽ വലിയൊരു സന്ദേശം. അതിൻ്റെ ചോദിച്ചാൽ എന്താ വെച്ചാൽ അയാൾക്ക് നല്ല വരുമാനമാണ് ഗൾഫ്. അപ്പം എന്താ വെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ അയാൾ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ ഈ ഗൾഫ് പോയ നാള് മുതൽ ഗൾഫുകാരൻ്റെ പണം എന്ന് പറഞ്ഞാൽ പൊതുസ്വത്താണ് അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ 1.5 ലക്ഷം റുപ്യ ഇവിടെ ശമ്പളം വാങ്ങിയാലും അത് നമുക്ക് മാത്രം അനുഭവിച്ചാൽ മതി. ഈ നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് 1.5 ലക്ഷം വരുമാനം ഉണ്ടെങ്കിലും അത് ഓൻ്റെയും കുട്ടികളെയും മാത്രം സ്വത്താണ്. 1.5 ലക്ഷം ഗൾഫുകാരുണ്ടെങ്കിലോ അത് നാട്ടുകാരി പള്ളിക്കാൻ പറ്റിയ മൊത്തം നാട്ടുകാരി എല്ലാവരെയും പാടെ സ്വത്താണ്. അങ്ങനെയാണ് പേര്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഗൾഫ് സുഹൃത്തുക്കൾ എന്ത് ചെയ്യും, കുടുംബങ്ങളിലൊക്കെ സഹായിച്ചോളണം അങ്ങനെയാണ്. അപ്പൊ ഈ സാധു എന്ത് ചെയ്യും വിചാരിച്ചാൽ ആരെന്ത് ചോദിച്ചാലും അതൊക്കെ അങ്ങനെ അയച്ചു. അപ്പൊ അയാൾക്കൊരു സങ്കടം തരങ്ങൾ കുറെ കാലമായിട്ട് അയക്കാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ കുറച്ച് പണം ആവശ്യമായി വന്നു. അപ്പൊ ആവശ്യമായി വന്നപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ അയാൾ വിളിക്കുന്നവരോടൊക്കെ പറയും കുറച്ച് ടൈറ്റാണ്, ടൈറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ എന്താ വെച്ചാൽ ഇതുവരെ കൊടുത്തോലൊക്കെ തെറ്റി, മൂപ്പർക്ക് കുറച്ച് ടൈറ്റ് ആയപ്പോ ഇതുവരെ കൊടുത്ത ആൾക്കാരൊക്കെ എന്തെങ്കിലും തെറ്റി. അപ്പൊ അയാൾ വളരെ സങ്കടപ്പെട്ടിട്ട് വിളിച്ച് ചോദിക്കുകയാണ്, നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഈ ആളുകളൊക്കെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഒക്കെ നമ്മളെ ശത്രുക്കളായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മുടെ ഈ പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയൊരു പണ്ഡിതൻ. അപ്പൊ ആ പണ്ഡിതനോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഇന്നോട് ഒരാൾ നിങ്ങളെ പറ്റി കുറേ വിമർശനങ്ങളും കുറ്റങ്ങളും പറഞ്ഞു തന്നു എന്ന് പറഞ്ഞപ്പോ ആ പണ്ഡിതൻ അയാൾ ചോദിച്ചു, അയാൾ ഇതിനെ പറ്റി ഒരു കുറ്റം പറയാൻ സാധ്യതയില്ലല്ലോ അല്ലേ? അയാൾ പറഞ്ഞു, അല്ല ഞാനങ്ങനെ പറയാൻ കാരണം ഞാൻ അയാൾക്ക് ഇതുവരെ ഒരു ഉപകാരം ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തെങ്കിലല്ലേ നമ്മളെ പറ്റി എന്തെങ്കിലും പറയുള്ളൂ. ഞാൻ അയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തല്ലേ, നിങ്ങളെ സ്വത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് കൊടുക്കുന്നത് എനിക്ക് പരലോകത്ത് കൂലിട്ടാലാണ്, അല്ലാതെ ഓരെന്നെ ബഹുമാനിക്കാനോ ആദരിക്കാനോ എന്നോട് നല്ലോണം നിൽക്കാനോ ഒന്നും അല്ല എന്നൊന്നും വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിച്ചാൽ അറിയോ, ഓരെങ്കിലും നമ്മൾ തെറ്റിയാലും മുണ്ടിയാലും ഒന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മളിതൊക്കെ കൊടുത്തത് അള്ളാഹിന്റെ നിന്ന് പ്രീതി ആഗ്രഹിച്ചിട്ടാണല്ലോ എന്ന് വിചാരിച്ച പ്രശ്നമല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഗൾഫിൽ നിന്ന് ഒരു ബന്ധമില്ലാത്തവർക്ക് പണം കൊടുത്ത ആൾ പോലും എനിക്ക് എന്തേ ഇങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ സുഹൃത്തുക്കളെ, ദുനിയാവിൽ അധ്വാനിക്കുന്നതൊന്നും തിരിച്ചു കിട്ടും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ച് ദുനിയാവിൽ കെട്ടിത്തിരിഞ്ഞ് നേരം പോയാൽ നമ്മൾ പരലോകത്ത് പോയാലും ഇടങ്ങേറാണ്.